ഹലോ, എല്ലാവർക്കും നമസ്കാരം. ഔട്ട് ആൻഡ് ട്രിപ്പിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളിപ്പോൾ ഉള്ളത് വർക്കലയിലാണ്. വർക്കലയില അവന്തി ഹോം സ്റ്റേയിലാണ് നമ്മുടെ സ്റ്റേ. അപ്പോൾ ഹോം സ്റ്റേനെ പറ്റി ഞാൻ പിന്നെ കാണിക്കാം. നല്ല ഉറക്കം വരുന്നു. വേളാങ്കണ്ണിയിൽ നിന്ന് ഒരു 13 മണിക്കൂർ കണ്ടിന്യൂസ് നൈറ്റ് റൈഡ് കഴിഞ്ഞ് രാവിലെ എത്തി. സൂപ്പറായിട്ട് അങ്ങനെ കിടന്നുറങ്ങി. വൈകുന്നേരം ഉറങ്ങി. നമ്മുടെ ഹോം സ്റ്റേയുടെ ഫ്രണ്ടിൽ തന്നെ ഒരു അമ്പലം ഉണ്ട് കേട്ടോ. ഇങ്ങനൊരു അമ്പലം ഈ വർക്കലയിൽ ഉണ്ടെന്ന് ഞാൻ ഇന്നാണ് മനസ്സിലാക്കിയത്. പിന്നെ ഈ ഹോം സ്റ്റേ ഉള്ളത് നമ്മുടെ ക്ലിഫിനരികത്തുള്ള ടിബറ്റൻ മാർക്കറ്റിൻ്റെ തൊട്ടരികത്ത് തന്നെ. ഇവിടെ നിന്ന് ക്ലിഫിലേക്ക് എനിക്ക് തോന്നുന്നു ഒരു 200 മീറ്റർ നടന്നായിരുന്നു. പിന്നെന്താണ്, ഈ ട്രിപ്പിൽ നമ്മൾ ഒറ്റക്കല്ല, കൂടെ ഒരു 3 പേരുണ്ട്. ആ 3 പേരെ പരിചയപ്പെടുത്തരാം. ഹലോ അളിയൻ കേസു. ഇത് ഞങ്ങള് ഞങ്ങളെ കുഞ്ഞിപ്പാത്തു. പാത്തു ഹായ് പറഞ്ഞേ. കുഞ്ഞിപ്പാത്തിന് ഭയങ്കര നാണം. അത് നമ്മുടെ ഇപ്പോഴത്തെ പ്ലാൻ. പാത്തുവിന് വെള്ളം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വേറെ മോഡാണ്. വെള്ളത്തിൽ ഇറങ്ങി കഴിഞ്ഞാൽ കയറുമെന്ന് അറിയാൻ പാടില്ല. അതാകുമ്പോൾ ഒന്ന് ബീച്ച് വരെ ഒന്ന് പോണ്. ബാക്കി വിശേഷങ്ങളൊക്കെ വഴിയേ. ഇതാണ് നമ്മുടെ ഈ കാണുന്നതാണ് നമ്മുടെ ഹോം സ്റ്റേ. ഇവിടെ നീട്ടിപ്പറ്റാൻ മാർക്കറ്റിൻ്റെ നേരെ കാണുന്നത് ബീച്ച്. ജസ്റ്റ് ഒരു 100 മീറ്റർ ഉള്ള ബീച്ചിലേക്ക്, ക്ലിഫിലേക്ക് ഒരു 200 മീറ്റർ. നമുക്ക് നേരെ ക്ലിഫിൽ ചെന്നിട്ട് ബീച്ചിലേക്ക് ഇറങ്ങാം. വെയിൽ മാറിയിട്ടില്ല. ഈ സമയം 5:30 നല്ല വെയിലുണ്ട്. പാത്തൂര് നാണം. അയ്യോ പാത്തൂര് നാണം. അയ്യോ 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 എഞ്ഞു. ചെറിയൊരു ടാസ്ക് ഉണ്ട്. നമുക്ക് ബീച്ചിലേക്ക് ഇറങ്ങാനുള്ള വഴിയൊക്കെ ഇവിടെ ക്ലോസ് ചെയ്തിട്ടേക്കാണ്. അപ്പോൾ ഇനി അപ്പുറത്തറ്റത്ത് ഇറങ്ങാൻ പറ്റുള്ളൂ. അത് പിള്ളേർ സ്കേറ്റിംഗ് ഒക്കെ പഠിക്കണ്ടല്ലോ. ഇനി കുറേ നടക്കാനുണ്ട് ബീച്ചിലേക്ക് ഇറങ്ങണമെങ്കിൽ. ക്ലിഫിൽ നിന്ന് ഇറങ്ങൽ പരിപാടി നടക്കൂല. ക്ലിഫിലെ പിള്ളേർ സ്കേറ്റ് ചെയ്ത് പഠിക്കുന്നുണ്ട്. കുറേ പേരുണ്ടല്ലോ. നൈസ്. ഇങ്ങോട്ട് പറക്കണത്. അങ്ങനെ ഒരു ട്വിസ്റ്റ് സംഭവിച്ചു. ക്ലിഫിൽ നിന്ന് ബീച്ചിലേക്ക് ഇറങ്ങാൻ പറ്റൂല. പാപനാശം ബീച്ചിനോടം വരെ നടക്കണം. അപ്പോൾ പിന്നെ നമ്മൾ പ്ലാൻ ചേഞ്ച് ചെയ്തു. നമുക്ക് ഏതെങ്കിലും ഷാക്ക് പിടിച്ചിട്ട് അവിടെ ഇരിക്കാമെന്ന് വിചാരിച്ചു കുറച്ച് നേരം. ഇപ്പോൾ പാവനാശം വരെ ഇതിലെ കൂടി നടന്നു വരുമ്പോഴേക്കുണ്ടല്ലോ മരിച്ചു കിടക്കും. ഓൾറെഡി 13 മണിക്കൂർ കണ്ടിന്യൂസ് റൈഡും കഴിഞ്ഞ് അവശതയായിട്ടാണ് ഒന്ന് കിടന്നത്. മരിച്ചില്ലെന്നുള്ളൂ. അപ്പോൾ എന്തായാലും നമുക്ക് പ്ലാൻ ചേഞ്ച് ചെയ്ത് ഷാക്കിലേക്ക് പിടിക്കാം. കടൽ കയറി കിടക്കണ ഒരു രക്ഷയില്ല. കടൽ ഭയങ്കരമായിട്ട് കയറി കിടക്കണേ. അതുകൊണ്ട് ഒരു പരിപാടി നടക്കില്ല. അവിടെ തന്നെ കയറാം. ഈസ് ഗോഡ്സ് ഓൺ കൺട്രി കിച്ചൺ. ഇവിടെ നിന്നാണ് നമ്മുടെ മെമ്മറീസ് ഒക്കെ സ്റ്റാർട്ട് ചെയ്തത്. ഇവിടെ തന്നെ കയറാം. ഈവനിങ്സ് ഹാപ്പി ആക്കുന്ന ഒരു തണുത്ത ചായ പറഞ്ഞു. അവള് പൈനാപ്പിൾ ജ്യൂസ്. അതേ മുട്ടിലിറങ്ങിയിട്ട് മുണ്ടക്കിട്ടിരിക്കുന്നു. മുട്ടിലിറങ്ങി മുട്ടൊക്കെ വരെ ചേനത്തി അതധികം നടക്കാൻ പറ്റില്ല. അതുകൊണ്ടാണ് ക്ലിപ്പ് വരെ നടന്നിട്ട് ഓടി തിരിച്ചു കയറിയത്. വെയിലറിയിട്ട് നമുക്ക് ബ്ലാക്ക് ബീച്ച് വരെ നടക്കാന്നുള്ള പ്ലാൻ ആക്കിയിട്ടുണ്ട്. പക്ഷെ നടക്കുമെന്ന് അറിയില്ല. ഇത് ഈ തണുത്ത ചായ കുടിച്ചു കഴിയുമ്പോഴേക്കും ഏതുപോലെ എന്നറിയാൻ പാടില്ല. ഷാക്കിൽ നിന്ന് പയ്യെ ഇറങ്ങി
സൺസെറ്റ് കാണാൻ ഇറങ്ങിയാണ്. സൺസെറ്റ് കിട്ടൂല, മൂടിക്കിടക്കണേണ്. ചുമ്മാ എന്തായാലും നമുക്ക് നടക്കൂലെന്ന് അറിയാം അളിയൻ. എങ്കിലും നമ്മ അളിയൻ നടത്തും. ബ്ലാക്ക് ബീച്ചറെ കൊണ്ടുപോകും. ഇല്ല ബ്ലാക്ക് ബീച്ചറെ പോകില്ലേ? ആ ഇവള് രാവിലെ കണ്ടു വർക്കലപ്പളൊക്കെ ഫോട്ടോസ് പോലെ ഇരിക്കണം. നമ്മ ഹോസ്റ്റലിൽ നിന്നപ്പ അപ്പൊ തന്നെ കാണിച്ചു കൊടുത്തു വർക്കല എന്താണെന്നുള്ളത്. You like this place? You like this place? Good houses place. You like this place? എന്നെ കണ്ടൂല. ബ്ലാക്ക് ബീച്ച് പോയില്ല നമ്മ. ഇടക്ക് വെച്ച് പാത്തുനൊന്ന് സ്നഗ്ഗി മാറാൻ വേണ്ടി റൂമിലേക്ക് തിരിച്ച് കയറി. പാത്തു കരച്ചിലോട് കരച്ചിൽ. സ്നഗ്ഗി മാറി ക്യാമറക്കാരൻ മോശോട്ടാ. ആൾക്കാരാണോട്ടാ അത് ക്യാമറക്കാരൻ മോശോട്ടാ. ഫോട്ടോ എടുക്കണ്ട, വീഡിയോ എടുക്കണ്ട. നൈറ്റ് ഓണായിട്ട വർക്കല. അതങ്ങോട്ട് പോരെ. നൈറ്റ് മോഡ് ഓണായിട്ടുണ്ട്. കൊള്ളാം. നമ്മളവിടെ ഒരു ഫിഷ് പറഞ്ഞ് ഒരു റെഡ് സ്നാപ്പർ പറഞ്ഞിട്ടുണ്ട്. തവാ ഫ്രൈ അതാത്തേക്ക് വരാൻ. അങ്ങനെ ഒരുപാട് ഓർമ്മകൾ ബാക്കി വെച്ച സൺറൈസ് റെസ്റ്റോറൻറ്റിലേക്ക്. ഈ ടേബിളായിരുന്നു നമ്മുടെ മെമ്മറീസിലുള്ളത്. അവിടെ ഇപ്പോൾ വേറെ 2 പേര് വന്നിട്ടുണ്ട്. ഇവിടെ നിന്നുള്ള വ്യൂവും കഴിഞ്ഞതൊക്കെ കഴിഞ്ഞ് വരാനുള്ളത് വരും. പത്തൂസ് വീണ്ടും ഞങ്ങൾ ഓരോ തണുത്ത ചായ പറഞ്ഞു. ഓ കാല് ഗ്ലാസ് അടിക്കാത്ത പോലെ പുണ്യാളത്തി. ക്യാമറയിൽ അഭിനയിക്കണോള്. അങ്ങനെ ഈ ടേബിള് നമ്മ പിടിച്ചെടുത്ത്. ഈ ടേബിൾ അത്രയും സ്പെഷ്യലാണ്. ആ കോർണർ, ദിസ് കോർണർ ഈസ് വെരി സ്പെഷ്യൽ.
എനിക്ക് ആ കോർണർ വേണം, എനിക്കത് തരണം, ഞാനത് ഇങ്ങ് എടുക്കുക. അങ്ങനെ നമ്മുടെ റെഡ് സ്നാപ്പർ തവ ഫ്രൈ ഈസ് റെഡി നൗ. അതിനാ കമൺ അറ്റാക്ക്. ചാടി വീണപ്പോ തന്നെ ആയോടെ അടിച്ചു മൂടാണ്ട. അങ്ങനെ ഡിന്നർ പരിപാടിയൊക്കെ കഴിഞ്ഞ് താഴത്തേക്ക് ഇറങ്ങി. ആ മൂലക്കൊന്നിരുന്നപ്പോൾ കുറച്ച് ഇമോഷണൽ സ്റ്റേറ്റിലേക്കൊക്കെ ഒന്ന് പോയി. കഴിഞ്ഞ് നേരെ തിരിച്ച് റൂമിലേക്ക്. എന്താണ്ടൊക്കെ പറയണ്ടവർക്ക്. അപ്പോ അതെ, എല്ലാവരും റൂമിൽ ചെല്ലട്ടെ ഗൈസ്. തിരിച്ച് റൂമിലെത്തി. പിന്നെ നമ്മുടെ റൂമിൻ്റെ സംഭവങ്ങളും എല്ലാം നമുക്ക് നാളെ കാണിച്ചു തരാം. ഇന്ന് കുറച്ച് സെൻറ്റിയാണ്. ഓക്കെ, ഗുഡ് നൈറ്റ്, സീ യു ടുമോറോ. ഗുഡ് മോർണിംഗ്. രാവിലെ ബീച്ചിലൊന്ന് നടക്കാൻ പോകാം, ചെറിയ വൈബൊക്കെ എടുക്കാമെന്ന് വിചാരിച്ചിരിക്കുന്നു. അന്തരീക്ഷത്തിൻ്റെ മട്ടും ഭാവമൊക്കെ മാറി. കാണിച്ചു തരാട്ടാ, പൊരിഞ്ഞ മഴ ഇവിടെ. അങ്ങനെ ഫ്രഷായിട്ടൊന്ന് പുറത്തേക്ക് ഇറങ്ങി ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാനുള്ള പരിപാടി. രാവിലത്തെ മഴയൊക്കെ ശമിച്ചു. ഇനി വണ്ടിയുടെ അവസ്ഥ നോക്കണം. വണ്ടി ഒരു മരത്തിൻ്റെ അടിയിൽ ഇട്ടേച്ചത്. രാവിലെ കലക്കം മഴയായിരുന്നില്ല, ഫുള്ള് വേസ്റ്റ് ഉണ്ടാവും വണ്ടിയുടെ മേല്. ഈ അമ്പലത്തിൻ്റെ പേര് കുന്നുവിള. കുന്നുവിള അമ്പലത്തിൻ്റെ തൊട്ട് സൈഡിൽ തന്നെയാണ് നമ്മുടെ ഹോം സ്റ്റേ. എന്തായാലും നല്ല വൈബായിരുന്നു രാവിലെ കേട്ടോ. കരച്ചിൽ തുടങ്ങിയല്ല, പുറത്തേക്ക് ഇറങ്ങിയ കരച്ചിൽ. ആഹാ, വണ്ടി ഫുള്ള് ഇല, വണ്ടി ഫുള്ള് ഇല കൊണ്ട് മൂടിയിട്ടുണ്ട്. അയ്യോ, വണ്ടിയുടെ അവസ്ഥ നോക്കിയേ. കാർ കുറച്ചൊന്ന് തുടച്ച് മെനയാക്കി. പിന്നെ അവരാ അല്ലെങ്കിൽ പെങ്ങളൊക്കെ തോടെ ഹോട്ടലിൻ്റെ ഫ്രണ്ടിലിറക്കി. അത് പോകുന്നത് ജ്യൂസി കഫേ എന്നും പറഞ്ഞൊരു ഹോട്ടലിന് മുമ്പിലാണ് നിർത്തിയത്. ബ്രേക്ക്ഫാസ്റ്റ് അവിടെ നിന്നാക്കാം. അർബൻ വർക്കല കൊള്ളാം. എന്ത് പറഞ്ഞു? ഇടിയപ്പം. ഇടിയപ്പം എന്താണ് കറി? ഓക്കെ, എനിക്ക് ഇടിയപ്പം ബീഫ്. പാത്തുനെന്താ പറഞ്ഞത്? പാത്തുന് വട പോട്ടെ. അങ്ങനെ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിഞ്ഞ് ഞങ്ങൾ തിരിച്ച് റൂമിലേക്ക് പോകുന്നു. ബ്രേക്ക്ഫാസ്റ്റ് എങ്ങനെ ഉണ്ടായിരുന്നു? ഇന്നലെ വന്നാൽ മതി. ഇന്നലെ ഞങ്ങൾ വേറെ സ്ഥലത്ത് അപ്പോൾ ഇവിടുന്ന് ചെക്കൗട്ട് ആവാനുള്ള പരിപാടിയാണ്. അളിയനും പെങ്ങളൊക്കെ റെഡി ആയിക്കൊണ്ടിരിക്കുന്നു. അത് കഴിഞ്ഞിട്ടാണ് എനിക്ക് റെഡി ആകാനായിട്ട്. അപ്പോൾ വർക്കലടി ഈ വീഡിയോ വിശേഷങ്ങളിലൂടെ വരെയൊക്കെ ഉള്ളു. റൂം കാണിക്കാമെന്ന് വിചാരിച്ചതാണ്, പക്ഷേ റൂം കാണിക്കാത്തതേ കുറച്ച് അലങ്കോലമാക്കിയിട്ടേക്കാണ് ഞങ്ങൾ. പക്ഷേ കാര്യം പറയാമല്ലോ, ഈ പ്രൈസിന് വളരെ റെക്കമെൻഡഡ് ആണ്. 10 on 10. അപ്പോൾ ആരെങ്കിലും വർക്കലയിൽ റൂം എടുക്കണ്ടെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അവന്തി ഹോം സ്റ്റേ. കലക്കൻ റൂം, കലക്കൻ ബാത്റൂം, രക്ഷയില്ല. ഇവിടുത്തെ വൈബും പൊളി. ഫ്രണ്ടിൽ തന്നെ ഒരു ഭദ്രകാളുടെ അമ്പലം കാണുന്നുണ്ട്. അവിടെ അമ്പലമുണ്ട്. അത് തൊട്ടരികെ തന്നെ നമ്മുടെ എന്താണ് ടിബറ്റൻ മാർക്കറ്റിൻ്റെ തൊട്ട് സൈഡിൽ തന്നെ. ക്ലിഫിൽ നിന്നൊരു 100 മീറ്റർ ഉള്ളു നടക്കാനായിട്ട്. അപ്പോൾ വർക്കിൽ റൂം എടുക്കുന്നവരൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ എന്തായാലും നമുക്ക് ഈ വീഡിയോയുടെ വൈൻഡപ്പ് ചെയ്യാം. വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, അഭിപ്രായങ്ങളൊക്കെ കമൻറ്റായിട്ട് ഇടുക. അണ്ടിൽ നെക്സ്റ്റ് വീഡിയോ, പീസ് ഔട്ട്.